പുള്ളി ഇപ്പോഴും ഒരു സിനിമ നടനാണെന്ന് പുള്ളിക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ ആളാണ് മോഹൻലാൽ. പുള്ളിയുടെ കളിച്ച് വിന്തിരിച്ചിരിക്കും. ക്യാമറാമാൻ്റെ കൂടെ പോയിട്ട് നോണ്ടി കണ്ണുപൊത്തി കളിക്കില്ലേ, ആ ടൈപ്പാണ് മോഹൻലാൽ. അപ്പം മോഹൻലാലിന് ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയില്ല. എൻ്റെ റൂമിൻ്റെ അടുത്ത റൂം ഉണ്ടായിരുന്നു റൂം. എന്നിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ വന്നിട്ട് ഈ മേശപ്പുറത്ത് കൊട്ടിപ്പാടുമ്പോൾ പുള്ളി പാട്ടൊക്കെ പാടും. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേ എന്തെങ്കിലും സമയത്ത് ഞാൻ ഡയറക്ടറാവും, അന്ന് ഞാൻ തന്നെ കൊണ്ട് പാടിക്കും അപ്പോൾ ഒന്ന് പോവണ എന്നൊക്കെ പറയും പുള്ളിങ്ങനെ. അപ്പോൾ ഞാൻ നോക്കിയതാണോ, ഞാൻ എന്തെങ്കിലും ഡയറക്ടറാവും, അന്ന് പാടാൻ വിളിച്ചാൽ വിടുമോ, അവനെന്ത് എന്നൊക്കെ പറയും. അതുപോലെ മാളച്ചേട്ടൻ നല്ല തബലിസ്റ്റാണ് മാളച്ചേട്ടനെ. അപ്പോൾ എന്നോട് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് സ്വാമീസ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് തോന്നി, കണ്ടുകഴിഞ്ഞ പടത്തിൽ ഇവർ രണ്ടുപേരും അടിച്ച് ഫിറ്റായിട്ട് പാലക്കാട്ടെ ഷൂട്ടിങ് നല്ലൊരു കോമഡി പാട്ട് വെച്ചാൽ എന്താ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ വിജയ മൂവീസ് പ്രൊഡ്യൂസേഴ്സിനടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ലൊരു സ്കോപ്പുണ്ട്, ഇവർ രണ്ടും അടിച്ച് കോണായിട്ട് കിടന്നിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് കള്ള് ഷാപ്പൊക്കെ കിടന്നിട്ട് അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ ഇവിടെ പാടാനുള്ള പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ചുനക്കര പാട്ടെഴുതിയ ശേഷമാണ് ശ്യാംജി മ്യൂസിക് ചെയ്ത്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ പാട്ട് എടുത്തപ്പോൾ പിന്നെയാണ് ആലോചിക്കുന്നത് എങ്ങനെ എടുക്കും. അത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് രാമാനന്ദ സാഗറിൻ്റെ രാമായണം മുമ്പുള്ള രാമായണം ചെയ്തതാണ് ഇദ്ദേഹം, രവികാന്ത് ഹച്ചിന്നാണ് ആ ഫോട്ടോഗ്രാഫറുടെ പേര്. അപ്പോൾ അതിന് മുമ്പോ മറ്റോ ആണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. ഈ രാമായണം കണ്ട ശേഷമല്ല, അതിന് മുമ്പ് ഈ സ്വർഗത്തിലേക്ക് പോകുന്നതും ഒക്കെ സംഭവങ്ങളൊക്കെ ക്യാമറമാൻ കൊണ്ട് സാധിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അതിനേതാ ഉദാഹരണം വെച്ചാൽ, പണ്ട് ഞാൻ ചോറ്റാനിക്കര അമ്മ പടം മെല്ലാണ്ട് ചെയ്തപ്പോഴത്തേക്ക് ദേവനും ദേവിയും കൂടെ പ്രത്യക്ഷപ്പെട്ട് വരുന്ന പോലെ ആകാശത്തോടെ ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടൊക്കെ ഇവിടെ ഈ മെല്ലാണ്ട് സ്റ്റുഡിയോയിൽ പിക്ചറൈസ് ചെയ്തു. അപ്പോഴും നമ്മൾക്ക് മനസ്സിലായി, നമ്മൾ കണ്ടുപഠിക്കാനുള്ളതല്ല, ഓ ഇങ്ങനെയാണല്ലേ അങ്ങനെ ആകാശത്ത് നിന്ന് ദേവനും ദേവിയൊക്കെ ഇറങ്ങി വരുന്നത്. അന്ന് ഈ പറഞ്ഞിട്ട് ഈ ഗ്രാഫിക്സും ഒന്നുമില്ല, അന്ന് ക്യാമറാമാരെ കഴിവാണതൊക്കെ. അങ്ങനെ ഫ്ലോറിൽ നല്ല കറുത്ത കാർപ്പറ്റ് വിരിച്ചിട്ട് ടിൽ ഡൗൺ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ. അതുപോലെ പഴയ കുട്ടിച്ചാത്തലിലും അച്ഛൻ്റെ മുകളിൽ കൂടെയൊക്കെ വെട്ടുപുരുഷൻ, ഈ നവോദയ കുട്ടിച്ചാത്തനല്ല, അങ്ങനെ നടക്കുന്നതും സെറ്റ് തിരിച്ചിടും, ഫാനൊക്കെ തിരിച്ച് വെച്ചിട്ട്, അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിച്ച് ഇതെന്താ എടുക്കണം. അങ്ങനെയാണ് എൻ്റെ സുഹൃത്ത് മുഖാന്തരം രവികാന്ത് ഹാച്ചി അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം മദ്രാസിൽ വന്നു. ഞാനവിടെ സംസാരിച്ചിട്ട് അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെ വേണം, ക്ലൗഡ് വേണം, പിന്നെ അന്ന് ഈ ഗ്രാഫിക്സ് ഇല്ല, നമ്മളത് ഡ്രൈ ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ കുമിഞ്ചാനൊക്കെ ഇട്ടില്ലേ, അതൊരു സാധനത്തിൽ മദ്രാസ് 800 കിട്ടും, ഐസാണ്. അത് ആ ചിമിഴിലിട്ടിട്ട് താഴെ വെച്ച് കഴിഞ്ഞാൽ പുകഞ്ഞിന് ഡ്രൈ ഐസ് എന്നാണ് പറയുക. നമ്മൾ അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളിപ്പോവും. ഐസ് മൈനസ് എത്രയോ ആണ്. അത് നമ്മുടെ 800 എന്ന സ്ഥലത്ത് കിട്ടും മദ്രാസിൽ. അന്നത്തെ കാലത്ത് നമ്മൾ കൈലാസവും കാണിക്കുമ്പോഴെല്ലാം ഈ സെറ്റിട്ടിട്ട് ഈ ഡ്രൈ ഐസിൻ്റെ അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങനെ പുക. ഇപ്പം നമ്മൾ ഗ്രാഫിക്സ് ചെയ്യാമല്ലോ, അന്ന് കറക്റ്റായിട്ട് ചെയ്തതാണ്. ഇങ്ങനെ നല്ല പുക മുകളിലോട്ടല്ല പോകുന്നത്, നല്ല രസമാണ്.